أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്താണ് സംസാരിച്ചത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തിലുള്ളതായ ആയത്തുകളെ വിശദീകരിക്കുകയായിരുന്നു. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തിലുള്ളതായ ആയത്തുകൾ അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ എന്ന പേരിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെക്കുറിച്ച് സംസാരിച്ചതായ ആ സിഫാത്തുകൾ, ആ പ്രത്യേകതകൾ, അതിൽ നിന്നിട്ട് ചിലതിനെ എണ്ണിപ്പറഞ്ഞ് വിശദീകരിക്കുകയായിരുന്നു ഇന്ന് ഡോക്ടർ ഉസാമ ഖയ്യാത്ത് മക്കയിൽ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ. അള്ളാഹു പറയുന്നു, ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന. ആദ്യമായിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്, പറഞ്ഞുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് ഇബാദുർ റഹ്മാൻ എന്നതായ ആ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ അടിമകളെ, റഹ്മാനായ റബ്ബിൻ്റെ അടിമകളെക്കുറിച്ച് വിശദീകരിച്ചത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അവർ ഭൂമിയിൽ അഹങ്കാരികളല്ലാതെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. അവർ അഹങ്കാരത്തോടു കൂടിയുള്ളതായ നടത്തം നടക്കുന്നതല്ല. അഥവാ ജനങ്ങളെ ദ്രോഹിക്കുന്ന, മർദ്ദിക്കുന്ന രൂപത്തിൽ ജനങ്ങളോട് അഹങ്കാരത്തോടു കൂടി പെരുമാറുന്നവരുടെ നടത്തം, ആ നടത്തം അള്ളാഹുവിൻ്റെ അടിമകളായ, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ റഹ്മാനായ റബ്ബിൻ്റെ ഇബാദുകൾ ചെയ്യുന്നതല്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അതിനിടക്ക് വല്ല ജാഹിലീങ്ങൾ, പരാക്രമികൾ അഥവാ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാത്ത വിഭാഗം അവരോട് പെരുമാറേണ്ടതുപോലെ പെരുമാറിയില്ലെങ്കിൽ, അവരോട് അനിസ്ലാമിക രൂപത്തിലാണ് സംസാരിച്ചതെങ്കിൽ, അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് സലാമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നിട്ട് വിടവാങ്ങുന്നതും അവരോട് തുറന്ന് സംസാരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നതും അവർ അങ്ങനെയുള്ള വിഭാഗത്തിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി പാടുപെടുന്നതുമാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അപ്രകാരം തന്നെ അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർ രാത്രി ഉറക്കൊഴിഞ്ഞുകൊണ്ട് സുജൂദിലും നൃത്തത്തിലും ആയി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നവരായ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരായ, അള്ളാഹുവിനെ സ്മരിക്കുന്നവരായ വിഭാഗമാണ്. ആ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾ എന്ന പേരിൽ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട വിഭാഗം. അത് രാത്രി ഹയാത്താക്കി നമസ്കരിക്കുക എന്നത് ഇതിനു മുമ്പും പല തവണയായിട്ട് നാം സൂചിപ്പിച്ച ഭാഗമാണ്. അവർക്ക് പരലോകത്തിൽ അറ്റമില്ലാത്ത പ്രതിഫലം, സ്വർഗത്തിൽ കണ്ണുകുളിർക്കാൻ മാത്രമുള്ള പ്രതിഫലം അവർക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രി ഹയാത്താക്കുന്ന വിഭാഗം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി സുജൂദിലൂടെയും റുക്കൂഇലൂടെയും എന്ന് നാം പഠിച്ചതാണ്. ആ വിശേഷതകൾ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചതായിട്ട് കാണാം. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ മുഖാമ. അപ്രകാരം തന്നെ അവര് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നരകത്തിൽ നിന്നിട്ട് മോചനം തേടാനും ആ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താനും ആ ഭയാനകമായ റബ്ബിന്റെ ആ നരക ശിക്ഷയിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ രാത്രി ഹയാത്താക്കി ഭയപ്പെട്ടുകൊണ്ട് ക്ഷമയാചനം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്നതായ വിഭാഗം
അവര് നരകത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ വല്ലദീന യഖൂലൂന റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ മുഖാമ. ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും നിർബന്ധമായി കടക്കേണ്ടി വരുന്നതായ ആ നരക അഗ്നിയിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തറൂ വകാന ബൈന ദാലിക ഖവാമ. അപ്രകാരം തന്നെ അവര് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരും ആ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ അവര് ഇസ്രാഫും തബ്ദീറും ചെയ്യാതെ അഥവാ അവര് അമിതമാക്കാതെ രൂപത്തിലായിരിക്കും ചെലവഴിക്കുക. മധ്യരൂപം അംഗീകരിക്കുന്നവരായിരിക്കും. അവര് കൂടുതലായി അവരുടെ സമ്പത്തിനെ അവര് ഇസ്രാഫും തബ്ദീറും ആവശ്യമില്ലാതെ വേസ്റ്റാക്കുന്ന ആ സമ്പ്രദായം, ആ ശൈലി, അത് സത്യവിശ്വാസികളായ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇബാദി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതായ ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹു വിശേഷിപ്പിച്ചതായ ആ ഇനത്തിൽപ്പെടുന്നവര് ചെയ്യുന്നതല്ല. അവർ ഇസ്രാഫ് ഒഴിവാക്കുന്നവരാണ്, തബ്ദീർ ഒഴിവാക്കുന്നവരാണ്, അഥവാ വേസ്റ്റ് ആക്കാതിരിക്കുന്നവരാണ്. അവർ സമ്പത്തിനെ സംരക്ഷിക്കുന്നവരാണ്, ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കുന്നവരാണ്, ചെലവഴിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് അവര് അതിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി പാടുപെടുന്നവരാണ് എന്ന അർത്ഥത്തിലേക്ക്. അപ്രകാരം തന്നെ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ചാണ് പിന്നെ ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. ഇത് ഇന്ന് മക്ക ഇമാം വളരെ ഷോർട്ടായിട്ടാണ് ഈ ആയത്തുകളെ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ ഇനത്തിൽപ്പെട്ടതാണ് ഇതുവരേക്കും സ്വഭാവപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു മുസ്ലിം, സത്യവിശ്വാസിയായ ഒരു മുസ്ലിം ചെയ്യേണ്ടതായ ആ അള്ളാഹുലേക്ക് സമർപ്പിക്കേണ്ട ബാധ്യതകളും അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു ഭാഗത്തെയാണ് പിന്നെ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. അത് ഏതാണ്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളതായ ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവര്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യാത്തവര്, അവര് അത് ഏറ്റവും മുഖ്യമായ ഭാഗമാണ്. ഈ കഴിഞ്ഞു പോയതായ അല്ലാഹുവിന്റെ കൽപ്പനകളും വരാൻ പോകുന്നതായ കൽപ്പനകളും അതെല്ലാം നിർവഹിക്കുന്ന വേളയിൽ തൗഹീദില്ലാതെ, ഏകദൈവ വിശ്വാസമില്ലാതെ, ആ അല്ലാഹുവിനെ ആരാധിക്കേണ്ടതായ ആരാധനകളെ സമർപ്പിക്കാതെ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാന്റെ ഇനത്തിൽ പെട്ടതായിട്ട് പറയുന്നതായ ഭാഗമാണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ. വേറൊരു ഇലാഹിനെ അല്ലാഹുവിന്റെ കൂടെ അവര് പങ്കു ചേർക്കുന്നവരല്ല, വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ല. ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. നാം ഒരു ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, റിഫായ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഷിട്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഇലാഹാക്കുന്നു എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് ചിലർ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ച ശൈലിയിൽ നിന്നിട്ട് നേരെ വിപരീതമാണ്. കാരണം ഖുർആൻ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ്. നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ അവകാശം ഷിട്ടികൾക്ക് നൽകി കഴിഞ്ഞാൽ അത് തന്നെയാണ് ആരാധന, അത് തന്നെയാണ് ഇലാഹാക്കുക. എന്നല്ലാതെ ഇലാഹാക്കുന്നു എന്ന് കരുതിയും കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ അത് ശിർക്കായി മാറുന്നു, അത് അവർക്കുള്ള ഇബാദത്തായി മാറുന്നു, അത് അവരെ ഇലാഹാക്കലായി മാറുന്നു എന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സാധുവിന്റെ പല ക്ലാസ്സുകളിലും അത് വളരെ വിശദമായിട്ട് വിശദീകരിച്ചതായ ഒരു സബ്ജക്റ്റാണ്. എന്ന് മാത്രമല്ല, എന്താണ് ശിർക്ക് എന്നതിന്റെ തഅരീഫ് എന്ന കാര്യം കണ്ടുപിടിച്ചതായ കാലഘട്ടത്തിന് മുമ്പ് തന്നെ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ അവൻ തന്നെ അതിന്റെ വിശദാംശം എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലും എന്നിട്ട് ആ വിഭാഗത്തെ അള്ളാഹു നൽകേണ്ടതായ അവകാശങ്ങൾ നൽകി അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് ശിർക്കിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗത്തിൽപ്പെട്ടതാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാനാണ് നിങ്ങൾക്ക് മറുപടി നൽകുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുന്നതിൽ അഥവാ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് അത് എന്നെ ആരാധിക്കലാണ് എന്നതുകൊണ്ട് എന്നെ ആരാധിക്കുന്നതിൽ ആരെങ്കിലും മടി കാണിക്കുകയും അഹങ്കാരം നടിക്കുകയും ചെയ്താൽ അവൻ നരകത്തിലേക്ക് നിന്യനായി കടത്തപ്പെടും, എറിയപ്പെടും, അവൻ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നതായ ആയത്തുകളിലൂടെയും അതിനോട് തുല്യതയുള്ളതായ ധാരാളം ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യമാണ് അതിലൂടെ അവർ ചോദിക്കുന്നതെങ്കിൽ അത് അവരെ ഇലാഹാക്കുന്നതോട് തുല്യമാണ് എന്ന് ഖുർആൻ സ്ഥിരീകരിച്ചതായ ഒരു പരമാർത്ഥ
പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത വിഭാഗം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട റഹ്മാനായ റബ്ബിന്റെ അടിമകളിൽപ്പെട്ടതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നു. പിന്നെ അള്ളാഹു തുടരുകയാണ്, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതായ നഫ്സിനെ വധിക്കുന്ന വിഭാഗം അല്ല ഇവർ. ആര്? അള്ളാഹു ഇഷ്ടപ്പെട്ടതായ അള്ളാഹുവിന്റെ അടിമകൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതായ കൊല പോലത്തതായ മഹാപാപം ചെയ്യുന്ന വിഭാഗം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ദാസന്മാരിലും പെട്ടവരല്ല. അതുപോലെ തന്നെ വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ്. അപ്പോൾ വ്യഭിചരിക്കുന്ന വിഭാഗവും അള്ളാഹു ഇഷ്ടപ്പെട്ടതായ അള്ളാഹുവിന്റെ ദാസന്മാരിൽ പെട്ടവരല്ല എന്നർത്ഥം. ഒമൻ യഫ്അൽ ദാലിക, ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു വിരോധിച്ചതായ അള്ളാഹു ഹറാമാക്കിയതായ അള്ളാഹു ഇഹ്തിറാം ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചതായ നഫ്സുകളെ വധിക്കുക, അപ്രകാരം തന്നെ വ്യഭിചരിക്കുക പോലത്തതായ തെറ്റുകൾ ചെയ്തതായ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവര് മഹാപാപം പേറിയവരായി മാറി, മഹാപാപം ചെയ്തവരായി മാറി. യുദാഅഫ് ലഹുൽ അദാബ്, അങ്ങനെയുള്ള വിഭാഗത്തിന് ശിക്ഷ ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. വയഖ്ലുദ് ഫീഹി മുഹാന, ആ നരകത്തിൽ നിന്ദ്യരായി നിസ്സാരരായി അവർ എറിയപ്പെടുകയും അതിൽ സ്ഥിരമായി താമസിക്കേണ്ടി വരുന്നവരും ആണ് ഈ പറഞ്ഞതായ തെറ്റുകൾ, പാപങ്ങൾ, വൻദോഷങ്ങൾ ചെയ്തതായ വിഭാഗം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുകയാണ്, ഈ ഇനത്തിൽ നിന്നിട്ട് രക്ഷപ്പെടണമെങ്കിൽ ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ, അവരിൽ നിന്നിട്ട് ആരാണ് പാശ്ചാത്തപിച്ചവർ? അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തു പോയതായ വിഭാഗം, അഥവാ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹു അല്ലാത്തവർ അള്ളാഹുവിനോട് പങ്കുചേർത്തുകൊണ്ടും ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തുപോയ വിഭാഗം, അപ്രകാരം തന്നെ ഹറാമാക്കപ്പെട്ടതായ ആ പവിത്രതയുള്ളതായ നഫ്സിനെ വധിച്ചതായ വിഭാഗം, അപ്രകാരം തന്നെ വ്യഭിചരിച്ച വിഭാഗം, അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് ആരാണ് പാശ്ചാത്തപിക്കുന്നവര്? ആരാണ് തെറ്റ് സമ്മതിച്ചുകൊണ്ട് തൗബ ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് മടങ്ങി വരുന്നവര്? അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴിച്ച്, വ ആമന, മുഅ്മിനായവരൊഴിച്ച്. എന്തുകൊണ്ട്? ആദ്യം നാം കേട്ടതായ ഈ തെറ്റുകളിൽ നിന്നിട്ട് എന്തുണ്ട്? ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തായി പോകുന്നതായ ശിർക്കുണ്ട്. അതുകൊണ്ട് അവൻ തൗബ ചെയ്യണം. എന്നിട്ട് ആ തൗബ ചെയ്യുന്നതോടൊപ്പം പുതുതായിട്ട് മുഅ്മിനായി മാറുകയും വേണം. വ അമില സാലിഹൻ, അതുമുതൽക്ക് പിന്നെ സൽക്കർമ്മങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയും ചെയ്യുന്ന വിഭാഗം. തൗബ ചെയ്യുക അഥവാ പാശ്ചാത്തപിക്കുക സത്യവിശ്വാസി ആയതിന്റെ ശേഷം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തുനിയുകയും ചെയ്യുക. ഫൗലൈക, അങ്ങനെയുള്ള വിഭാഗം യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ പഴയ ജാഹിലിയ കാലഘട്ടത്തിൽ തൗബ ചെയ്യുന്നതിന് മുമ്പ് അവർ ചെയ്തതായ പാപങ്ങളെ സൽക്കർമ്മമായി അള്ളാഹു ഗണിക്കുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാണ്. തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് ഷർത്തത്തതായ ആ പാശ്ചാത്തപം ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വിഭാഗം എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര തന്നെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതായ തെറ്റുകളെയും പാപങ്ങളെയും എല്ലാം സൽക്രമമായി ഗണിക്കുന്നതും അവർക്ക് ഇനി മുതൽ പുതിയ പട്ടിക നിരത്തിവെച്ച്, നല്ല പ്രകാശിക്കുന്ന പട്ടിക നിരത്തിവെച്ച്, അള്ളാഹുലേക്ക് പോകുന്ന മാർഗം നിരത്തിവെച്ച് സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കാനുള്ളതായ ചാൻസ് അവർക്ക് നൽകുന്നതും ആണ്. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറുർ റഹീമ, കാരണം അള്ളാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ്, അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അള്ളാഹു തുടർന്നു, വമൻ താബ വ അമില സാലിഹ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, ആരെങ്കിലും പാശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചാൽ ഈ ഷർത്തത്തതായ തൗബ, നാം ഈ കേട്ടതായ രൂപത്തിലുള്ളതായ തൗബ, ഈ പാശ്ചാത്താപം ഒരാൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആ തുടർന്ന് അമൽ സാലിഹാത്ത് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ, അവന്റെ പാശ്ചാത്താപത്തെ സ്വീകരിക്കുന്നതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തുകളുടെ കൂട്ടത്തിൽ നമ്മളോട് സന്തോഷവാർത്ത നൽകുകയാണ്. വല്ലദീന, ഒരു വിഭാഗവും അള്ളാഹുവിന്റെ അടിമകൾ, ഇഷ്ടപ്പെട്ട റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതായ ആയത്തിൽ പറഞ്ഞതായ വിഭാഗം ഇനിയും ശേഷിക്കുന്നു. അള്ളാഹു തുടർന്നു, വല്ലദീന, ആരാണവർ? ലാ യശ്ഹദൂന സൂറ, അവര് സത്യവും കള്ളസാക്ഷിയും നടത്തുന്നവരല്ല, സൂറിനെ ഒഴിവാക്കുന്നവരാണ്. സൂറി എന്ന പദം വിശാലമാണ്, അതിൽ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും പെടുന്നതാണ്. അങ്ങനെയുള്ള ചതിവുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും കള്ളസാക്ഷിയും കള്ളസത്യവും ചെയ്യുന്നതായ ആ അപകടത്തിൽ പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്ന വിഭാഗം, അവർ തുനിയുന്ന വിഭാഗം, അവരും ആരാണ്? അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽപ്പെട്ടവരാണ്. വൈദാ മർറു ബില്ലഗ്വി മർറു കിറാമ, അള്ളാഹു വിരോധിച്ചതായ ലഹു എന്ന വാക്കിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ വിനോദങ്ങൾ എന്തൊക്കെയുണ്ട്, ആ വിനോദങ്ങളിലൂടെ അവർ വിട്ടുകടന്നാൽ അവര് മന്യന്മാരായി വിട്ടുകടക്കുന്നവരായിരിക്കും. അതിൽ പങ്കെടുക്കാതെ അതിനോട് അറപ്പും വെറുപ്പുമുള്ളവരായിട്ട് വിട്ടുകിടക്കുന്നവരായിരിക്കും. അങ്ങനെ
ആ പ്രത്യേകത ഉൾക്കൊള്ളുന്ന, ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രത്യേകത ഉൾക്കൊള്ളുന്ന, തെറ്റ് കാണുമ്പോൾ അതിനെ സാധിക്കുമെങ്കിൽ എതിർക്കാൻ സാധിക്കുന്ന രൂപത്തിൽ എതിർത്ത് ഉപദേശങ്ങൾ നൽകി അതിൽ നിന്നും മുക്തരാവാൻ വേണ്ടി പാടുപെടുന്നതായ വിഭാഗം, മാന്യരായി അതിൽ കൂടി വിട്ടുകിടക്കുന്ന വിഭാഗം ആരാണവര്? അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടതായ റഹ്മാനായ റബ്ബിന്റെ അടിമ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആരംഭിച്ച ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ എന്ന ആ ഇനത്തിൽ അവർക്ക് പെടാൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഈ ഇനത്തിലെല്ലാം നമ്മെ പെടുത്തുമാറാകട്ടെ. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമിയാന. അവർ വാദ് കേട്ടാൽ, പ്രസംഗം കേട്ടാൽ, സതുപദേശം കേട്ടാൽ, തൗഹീദ് പറയുന്നത് കേട്ടാൽ, സത്യം പറയുന്നത് കേട്ടാൽ അവിടെ അവരെന്താവുന്നതല്ല, കുരുടന്മാരായി അവിടെ നിന്ന് അത് ഉൾക്കൊള്ളാത്ത രൂപത്തിൽ അവര് വിട്ടുകിടക്കുന്ന ശൈലി ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ കാണാം. ആ ഇനത്തിൽ അവർ പെടുന്നവരല്ല. മറിച്ച് എവിടെയുണ്ട് സത്യം പറയുന്നത്? ആര് പറയുന്നു സത്യം? ആ സത്യം ഖുർആനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലൂടെ സത്യം കേൾക്കുന്ന സന്ദർഭത്തിൽ, അങ്ങനെയുള്ള വാദങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ, അത് തൗഹീദാവട്ടെ അല്ലാതെ ഏത് വിഷയങ്ങളാവട്ടെ, അത് കേൾക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനും അത് നടപ്പാക്കാനും അത് സ്വീകരിക്കുവാനും മനക്കെടുന്ന വിഭാഗമായിരിക്കും. അവരാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നതായ അള്ളാന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് വിശേഷിപ്പിച്ച വിഭാഗം. പിന്നാരാണ്? വല്ലദീന, മറ്റൊരു വിഭാഗം, യഖൂലൂന, അവർ പറയുന്നതാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അവർ അല്ലാഹുവിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കും. എന്തിനു വേണ്ടി? അവരുടെ ഭാര്യമാരെ, അതുപോലെ തന്നെ അവരുടെ സന്താനങ്ങളെ, കൺകുളിർക്കുന്നതായ സന്താനങ്ങളും ഭാര്യമാരുമാക്കി മാറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവർ അള്ളാഹുവിനോട് എപ്പോഴും റബ്ബന ഹബലന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രധാനമായി ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ കാര്യത്തെക്കുറിച്ചും നമ്മുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ചും നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നു. അവരെ സാലിഹ്യങ്ങളാക്കി മാറ്റാനുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാവേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളതായ ആൾക്കാരാക്കി മാറ്റാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാനും നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു. ഖുർറത അയ്യുൻ, കൺകുളിരുന്നവരാക്കി മാറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, എന്ന് മാത്രമല്ല ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റണേ റബ്ബേ. അപ്പോൾ സ്വയം നന്നാവുന്ന, സ്വയം ഇമാമാവാൻ പറ്റുന്ന, സ്വയം തുടരപ്പെടാൻ പറ്റുന്ന മുത്തഖിയായ വ്യക്തിയായി മാറാനും കൂടി അള്ളാഹുവിനോട് ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു. മഹാ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായ പ്രാർത്ഥനയാണ്. അള്ളാഹ് കൽപ്പിച്ച പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഇനത്തിൽ നമുക്ക് പെടണമെന്ന് പൂതിയുണ്ടെങ്കിൽ റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതൊക്കെ സാധാരണ നമുക്ക് കേട്ട് പരിചയമുള്ള പ്രാർത്ഥനയാണ്. നാം മനഃപ്പാഠമാക്കി വെച്ചാൽ നമുക്ക് അതൊക്കെ അള്ളാഹുവിനോട് നമസ്കാരത്തിന്റെ അകത്തും പ്രാർത്ഥിക്കേണ്ട സമയത്ത് തഹയ്യാത്തിന്റെ അവസാനത്തിലും ടൈം കിട്ടുമ്പോഴെല്ലാം റുക്കൂഇൽ പ്രാർത്ഥനയില്ല, അതേ സമയത്ത് സുജൂദിൽ പ്രാർത്ഥിക്കാം. സുജൂദിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആയത്ത് എന്ന ഉദ്ദേശത്തിലല്ല, പ്രാർത്ഥന എന്ന ഉദ്ദേശത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല. അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, ഇഷ്ടപ്പെട്ട ദാസന്മാർ എന്ന ആ അഡ്രസ് നൽകിക്കൊണ്ട് അള്ളാഹു എണ്ണിയതായ ഇനത്തിൽ പെട്ടവരായി മാറണമെങ്കിൽ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം സത്യവിശ്വാസികൾ. അതുപോലെ തന്നെ അള്ളാഹു തുടർന്നു ഈ രൂപത്തിൽ അഥവാ ഇതുവരെ പറഞ്ഞതായ ഈ ഇനങ്ങൾ, ഈ സിഫാത്തുകൾ, ഈ പ്രത്യേകതകൾ, ഈ അമലുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായ കൽപ്പനകൾ, ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിച്ചതായ ആ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, ഇതൊക്കെ വിട്ടുനിൽക്കുകയും ആ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആയത്തുകളിൽ ഞാൻ ഇതുവരെ കേൾപ്പിച്ച ഇന്ന് മക്ക ഇമാം ഷോർട്ടായിട്ട് പറഞ്ഞതായ ആ കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഉലൈക, അങ്ങനെയുള്ള വിഭാഗം യുജ്സൂനൽ ഗുർഫത ബിമാ സബറു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തിൽ അവരോട് വെച്ചിട്ട് ശ്രമ കൈക്കൊണ്ടതിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഗ്രേഡുകൾ, സ്ഥാനങ്ങൾ, മനാസിലുകൾ പരലോകത്തിൽ അവർക്ക് നൽകുന്നതാണ്. അവർ ക്ഷമ കൈക്കൊണ്ടതിന് പകരം സ്വർഗത്തിൽ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാത്മാക്കളാകുന്ന മുഖറബീങ്ങളായ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളിലൂടെ നല്ല നല്ല തഹിയ്യത്തും അഥവാ അവർക്ക് സലാമും രക്ഷ എന്ന് പറയുന്നതായ ആ നല്ല സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിനെ കാവലായിട്ട് നിൽക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കപ്പെട്ട ആ മലക്കുകൾ അവരെ സ്വീകരിക്കുന്ന ശൈലിയിൽ തഹിയ്യത്തുൻ വസലാമ സലാമ സലാമ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീന
എന്ന് മറ്റൊരു സ്ഥലത്ത് കാണാം. നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾ കടന്നോളിയും സ്വർഗത്തിലേക്ക് എന്ന് പറയപ്പെടുന്നതായ ആ ഗ്രേഡുകൾ ഉൾക്കൊള്ളുന്ന പേലസുകളും മണിമാടങ്ങളും അവിടെയുള്ളതായ നമുക്ക് ഇവിടുന്ന് ദുനിയാവിൽ നിന്നിട്ട് കൊലപ്പെടുത്താൻ പറ്റാത്തതായ ആ അനുഗ്രഹങ്ങളുടെ ഉടമയായി മാറാൻ അവന് സാധിക്കുന്നതാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജസാ ആയിട്ട്, പ്രതിഫലമായിട്ട് അല്ലാഹു നൽകുന്നതാണ്. ഉലൈക വിഭാഗം യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുൽഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ ഖാലിദീന ഫീഹാ. അവിടെ ആ വിശാലമായ അനുഗ്രഹം അവർക്ക് അല്ലാഹു നൽകുന്നത് താൽക്കാലികമല്ല. അവർക്ക് അവിടെ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അവരെ പുറത്താക്കി കളയുമോ, പുറത്തു പോകേണ്ട ഗതികേട് വന്നു പോകുമോ, അതൊന്നും വരുന്നതല്ല. ഫീഹാ അവിടെയുണ്ട് മാ തശ്തഹിഹിൽ അൻഫുസ്, മനുഷ്യന്റെ നഫ്സ് ഇച്ഛിക്കുന്നത് എന്തൊക്കെയുണ്ട് അതെല്ലാം അവിടെയുണ്ട്. വതലദ്ദുൽ അയ്യുൻ, ഓരോ മനുഷ്യന്റെ കൺ കുളിർക്കാൻ മാത്രമുള്ളതെല്ലാം അവിടെയുണ്ട്. വേറെ ആയത്തിൽ അല്ലാഹു പറയുന്ന ഭാഗമാണ് വഅൻതും ഫീഹാ ഖാലിദൂൻ, അവിടെ എന്നേക്കുമായി നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെയും അല്ലാഹു പറയുന്നത് ഖാലിദീന ഫീഹാ, അവിടെ സ്ഥിരമായി നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. ഹസ്നത്ത് മുസ്തഖറൻ മുഖാമ, എന്തോ ഒരു നല്ല പാർപ്പിടം, എന്തോ ഒരു സ്ഥിരമായി താമസിക്കുന്ന പാർപ്പിടം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭയമില്ലാതെ, പേടിയില്ലാതെ, അറിയാതെ എല്ലാവരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു പോകുന്നതായ ആ മഹാനേട്ടം, ആ മഹാഭാഗ്യം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ സിഫത്തുകൾ പറഞ്ഞതിന് ശേഷം ആ സിഫത്തുകളുടെ സമാപനമെന്നോണം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുകയുണ്ടായി. ഇത് വളരെ ഷോർട്ടായിട്ട് മക്ക ഇമാം പറഞ്ഞതുകൊണ്ട് ഞാനും അതിന്റെ പദാർത്ഥം മാത്രം വെച്ചുകൊണ്ട്, അതിന്റെ ആയത്തിന്റെ അർത്ഥം മാത്രം വെച്ചുകൊണ്ട് വിശദീകരണം നൽകാതെ കൂടുതൽ ഞാനും സമാപിക്കുന്നു മക്ക ഇമാമിന്റെ ഖുതുബ. മദീന ഇമാമ് ഇന്ന് സംസാരിച്ചതായ വിഷയം അത് പരലോകത്തിലുള്ളതായ വിശ്വാസത്തെ കുറിച്ചാണ്. അത് നാം പലപ്പോഴും ഇതേ ഉച്ചക്ക് നടക്കാറുള്ള ക്ലാസ്സിൽ പല ഖുതുബകളുടെയും പ്രസംഗങ്ങൾ, ഖുതുബകൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ ആ ഉണർത്തിയതായ ഭാഗമാണ്. ഇന്ന് ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാനാണ് ഇന്ന് മസ്ജിദുൽ നബവിയിൽ അള്ളാഹുവിന്റെ റസൂല് അന്ത്യവിഷമം കൊള്ളുന്നതായ ആ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലുള്ളതായ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി, ആ പള്ളിയിലുള്ളതായ സ്വർഗത്തോപ്പിന്റെ അകത്ത്, സ്വർഗത്തോപ്പിന്റെ മധ്യത്തിലുള്ളതായ ഭാഗമാണ് അവിടെയുള്ളതായ മിമ്പർ. സ്വർഗത്തോപ്പിന്റെ ആരംഭം മിമ്പർ മുതലാണെന്ന് നിങ്ങൾക്കറിയാം. റസൂൽ തന്നെ പറഞ്ഞതായ ഭാഗം, നിങ്ങൾ ഇവിടെ വരാത്തവരാണെങ്കിൽ അവർക്ക് ജിജ്ഞാസയുണ്ടായിരിക്കും, അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. സ്വർഗത്തോപ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥലം വിശുദ്ധ മദീനയിലുള്ള മസ്ജിദ് നബവിയുടെ അകത്തുണ്ട്. അത് ലോകത്ത് എവിടെയും സ്ഥിരമായി ഭൂമിയിൽ സ്വർഗത്തോപ്പ് എന്ന് റസൂൽ പ്രഖ്യാപിച്ച സ്ഥലം അതല്ലാതെ വേറെയില്ല. ആ സ്വർഗത്തോപ്പിന്റെ തുടക്കം റസൂൽ പറഞ്ഞത് മാ ബൈന ബൈതി വ മിംബരി, എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പിൽ ഒരു ഭാഗമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതനെ പ്രഖ്യാപിച്ചു പോയത്. ആ സഹീഹായ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസ് അവിടെ തന്നെ എഴുതപ്പെട്ടിട്ടുമുണ്ട്. അവിടെയുള്ളതായ ആ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഇന്ന് സംസാരിച്ചപ്പോൾ പരലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, ഈ നശ്വര ജീവിതത്തിൽ നിങ്ങൾ ഒഴുകിപ്പോകരുത്, വഞ്ചിതരായി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീന ഇമാം സംസാരം ആരംഭിച്ചത്. വലാ തർക്കനു ഇല ദുനിയ, ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്. വഞ്ചനയുടെ ലോകമായതുകൊണ്ട് തന്നെ അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ ബുദ്ധിജീവികളായി എന്തെല്ലാം അതിൽ നിന്നിട്ട് ഉപയോഗിക്കാം, ഏത് രൂപത്തിലെല്ലാം ഉപയോഗിക്കാം. അതിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത്, ഏത് വിശ്വാസത്തിൽ കൂടിയാണ് ജീവിക്കേണ്ടത്, ഏത് അമൽ കൂടിയാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. യഥാർത്ഥത്തിൽ അത് ഹഖീഖത്ത്, ഈമാനിന്റെ ഹഖീഖത്ത് നിലനിൽക്കുന്നത് അൻതുമിന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസം വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുക. വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. അൻതുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, അല്ലാഹു ഇറക്കിയതായ സർവ്വ ഗ്രന്ഥങ്ങളിലും മൊത്തത്തിൽ ആ ഗ്രന്ഥങ്ങളെല്ലാം അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അൻതുമിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, പിന്നെ വറുസുലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതായ മുർസലുകൾ, അത് അല്ലാഹു ഖുർആനിൽ കൂടി അറിയിച്ചവരും അറിയിക്കാത്തവരും ധാരാളമുണ്ട്. ആ മുർസലുകൾ അല്ലാഹു ആണ് അയച്ചതെങ്കിൽ, അല്ലാഹു നിയോഗിച്ചതായ മുർസലുകളാണെങ്കിൽ അവരെല്ലാം അല്ലാഹുവിന്റെ മുർസലുകളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചവരാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ഒന്നൊന്നായിട്ട് ഓരോരാളുടെ പേരുകളും ഒരാൾ നിയോഗിക്കപ്പെട്ട നാടുകളും അവർ ജീവിച്ചതായ നാടുകളും അതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് മൊത്തത്തിൽ അല്ലാഹുവിന്റെ മുർസലുകൾ, അല്ലാഹു അയച്ചതായ മുർസലുകൾ അവരെല്ലാം അല്ലാഹുവിന്റെ മുർസലുകളാണ് എന്ന വിശ്വാസം നമുക്ക് വേണം. അതുപോലെ തന്നെ വല്യൗമുൽ ആഖിർ, അതാണ് നമ്മുടെ വിഷയം. ഇന്ന് ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ ചർച്ച ചെയ്തതായ വിഷയം വല്യൗമുൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അപ്പോൾ വിശ്വാസപരമായ മെയിൻ തത്വം, മെയിൻ വിശ്വാസപരമായ ഹഖീഖത്ത് അഥവാ ഈമാനിന്റെ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ആ
ആ മജ്ജ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എന്ത് പരലോകത്തിൽ വിശ്വാസം ഉണ്ടാവുക. അതുപോലെ തന്നെ ഖദർ അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അള്ളാഹുവിന്റെ വിധി അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതാണ് എന്ന വിശ്വാസം സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടതാണ്. അതിലൊന്നും യക്ഷക്കോ അതിലൊന്നും സംശയമോ ഉണ്ടാവാൻ പാടുള്ളതല്ല. ആ കെട്ടുറപ്പുള്ള വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞതായ 6 കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചവർ മാത്രമേ സത്യവിശ്വാസിയാവുകയുള്ളൂ. അങ്ങനെയുള്ളതായ ആ സത്യവിശ്വാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച സന്ദർഭത്തിൽ ഈ ഇന്ന് ബൈജാൻ സംസാരിച്ചതായ പരലോകത്തിലുള്ള വിശ്വാസം ഉണ്ട്. ആ പരലോകം എന്ന് പറയുന്നത് മഹാലോകമാണ്. ആ ലോകത്തിനെ കുറിച്ചുള്ളതായ ചിന്തയും അതിലുള്ള വിശ്വാസവും നാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ലോകത്തിന് വേണ്ടി ഒരുങ്ങാൻ, ആ ലോകത്തിനെ നേരിടാൻ, ആ പരലോകമെന്ന ലോകത്തിനെ നേരിടാൻ അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അവിടെ അദാബുണ്ട്, അവിടെ ഇഖാബുണ്ട്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്, അവിടെ മീസാനുണ്ട്, അവിടെ സിറാത്തുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ നന്മ തിന്മ ചെയ്തവരെ വെവ്വേറെയായിട്ട് അണുവിന്റെ അത്ര എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ചിട്ട് അത് കൃത്യമായിട്ട് അവിടെ കണക്ക് കൂട്ടേണ്ടി വരും, അവിടെ ചോദിക്കപ്പെടും. അതുകൊണ്ട് എന്ന് ഹദീസിന്റെ ശൈലി കാണാം. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാൻ അല്ലെങ്കിൽ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു അദാബാണെന്നാണ്. അത്രയും പ്രയാസമുള്ള ഘട്ടങ്ങളിൽ പ്രയാസമുള്ള രംഗങ്ങളെ അവൻ ഏൽക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല ചെറുതും വലുതുമെല്ലാം വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ആ സന്ദർഭത്തിൽ ഇവിടെ ഭൂമി, ഇപ്പോൾ നമ്മളുള്ളതായ ഈ ഭൂമിയും അതുപോലെ ഈ പ്രപഞ്ചമാസകലം, അതിലുള്ള ആകാശങ്ങൾ, ചന്ദ്രൻ, നക്ഷത്രം, സൂര്യൻ, എന്തെല്ലാം നമ്മുടെ മീതിയുണ്ടോ അതുപോലെ എന്തെല്ലാം ഭൂമിയിലുണ്ടോ അത് മുഴുവൻ തകർത്തപ്പെടും, തെരിപ്പണമാക്കപ്പെടും. ആദ്യത്തെ നഫ്ഖ് സംഭവിക്കുമ്പോൾ 2 നഫ്ഖാണ് ഇവിടെ ഉണ്ടാവുക. ഫൈദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ വഹുമിലത്തിൽ അർദു വൽ ജിബാൽ ഫദുക്കതാ ദക്കതൻ വാഹിദ ഫയൗമഇദിൻ വഖഅത്തുൽ വാഖിഅ. ആ വാഖിഅ എന്ന പേരിൽ അല്ലാഹു വിശേഷിപ്പിച്ചതായ ആ മഹാസംഭവം സംഭവിക്കൽ എപ്പോഴാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ എന്ന മലക്കിനോട് ആ കാഹളത്തിൽ ഊതാൻ വേണ്ടി കൽപ്പിക്കുന്ന ആദ്യത്തെ ഊതുന്ന സന്ദർഭത്തിൽ എല്ലാം തെരിപ്പണമായി തകർത്തപ്പെടുന്നതാണ്. അങ്ങനെ തുമ്മ നുഫഖ ഫീഹി ഉഖ്റ, വേറൊരു ഊത്ത് രണ്ടാമത് ഊതാൻ വേണ്ടി കൽപ്പിക്കപ്പെടും. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും മരണപ്പെട്ടവര് ആ സന്ദർഭത്തിൽ ഹയാത്തായി നിൽക്കുന്നതാണ്. എവിടേക്ക് പോകാൻ? മഹ്ശറയിലേക്ക് പോകാൻ. ആ മഹ്ശറ ഈ ഭൂമിയെ തന്നെ തുബദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്, ഇവിടെയുള്ള ഈ ഭൂമിയെ വേറെ ഭൂമിയാക്കി അല്ലാഹു മാറ്റും. ആദ്യം സൃഷ്ടിച്ച റബ്ബിന് വീണ്ടും സൃഷ്ടിക്കാൻ സാധിക്കും. ആദ്യം ആകാശത്തെ സൃഷ്ടിച്ച റബ്ബിന് പരലോകത്തിലേക്ക് വേണ്ടിയുള്ളതായ വേറെ ആകാശത്തെയും അല്ലാഹു സൃഷ്ടിക്കും. ഈ ആകാശം പോലെയല്ല, അത് വേറെ ആകാശമാണ്. അല്ലാഹു പറയുന്ന ശൈലിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ചേഞ്ച് ചെയ്യപ്പെടും. വസ്സമാവാത്, ആകാശത്തെയും ചേഞ്ച് ചെയ്യപ്പെടും. ഇതേ ഭൂമിയെ തന്നെ നീട്ടപ്പെടും. എന്നിട്ട് ഇതേ ഭൂമിയിൽ തന്നെ മഹ്ശർ നടക്കുമെന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞതായ ആ ആയത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെ ലോകത്തിൽ ആദം മുതൽ അന്ത്യം വരെയുള്ള മനുഷ്യന്മാരെയും അതുപോലെ ജിന്നുകളെയും എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ സന്ദർഭത്തിൽ അവിടെയാണ് വിചാരണ നടക്കുക. അതൊക്കെ നമുക്ക് അറിയുന്ന വിവരമാണെങ്കിലും പക്ഷേ ആ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ മോമിന്റെ ആ ഈമാന് ശേഷി കെട്ടുപോകുന്ന ഈമാന് അതിന് ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള വാളുകളും ഇങ്ങനെയുള്ള ഉപദേശ നിർദ്ദേശങ്ങളും കേൾക്കുന്ന സന്ദർഭത്തിലാണ് ഉണരുക. അതുകൊണ്ട് തന്നെയാണല്ലോ ജുമാ ഖുതുബ നിർബന്ധമാക്കപ്പെട്ടത്. ജുമാ ഖുതുബ കൊണ്ട് ഉദ്ദേശം തന്നെ ഗ്രാമദേശത്തിലെല്ലാം ഉള്ളതായ എല്ലാ മുസ്ലിങ്ങളും പട്ടണത്തിലുള്ളതായ വലിയ വലിയ ജുമാ മസ്ജിദുകൾ വന്നിട്ട് അവരവരുടെ ഭാഷയിൽ അവര് ഖുതുബ കേൾക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്തുണ്ടാകുന്നു? ഇസ്ലാമിനെ കുറിച്ചുള്ളതായ ബോധമുണ്ടാക്കാൻ സാധിക്കുന്നു. അവർക്ക് വാത് കേൾക്കാനും ഉപദേശം കേൾക്കാനും ഈമാനിന് വളർച്ചയുണ്ടാക്കുവാനും തളർച്ചയുള്ള ഈമാനിലിട്ട് മുക്തി നേടുവാനും ഇങ്ങനെയുള്ളതായ ജുമാ ഖുതുബയിലൂടെ സാധിക്കുന്നു. അതുകൊണ്ടാണ് മദീന ഇമാമ് എന്ന് സംസാരിച്ചപ്പോൾ പരലോകത്തെക്കുറിച്ച് വീണ്ടും മടക്കി പറഞ്ഞത്. ഇതിനു മുമ്പും അതേ മെമ്പറിന്റെ മീതെ വെച്ചിട്ട് അടുത്ത് തന്നെ നാം പരലോകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്കിലും ഇവിടെ ഇന്ന് സംസാരിച്ച ശൈലി വേറെ രൂപത്തിലാണ്. അങ്ങനെ ആ സന്ദർഭത്തിൽ ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ, അവിടെ സത്യവിശ്വാസികളായ മുത്തഖീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിച്ചവരായ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ആ ദിവസത്തിൽ എന്ത് സംഭവിക്കപ്പെടും? സ്വർഗലോകത്തെ അവരിലേക്ക് അടുപ്പിക്കപ്പെടും. സ്വർഗലോകം വാതില് തുറന്നു വെച്ചിട്ട് അവരെ കാത്തിരിക്കുകയാണ്. നരകം പോലെയല്ല. നരകത്തിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ നരകം അവിടെ എത്തുന്ന സന്ദർഭത്തിലാണ് അതിന്റെ വാതിൽ തുറക്കപ്പെടുക. സ്വർഗത്തിന്റെ വാതിൽ
മുമ്പ് തന്നെ തുറന്നുകൊണ്ട് സലാമുൻ അലൈക്കും എന്ന് നിങ്ങളെ ഞാൻ മക്ക ഇമാമിന്റെ ഖുത്ബ പറഞ്ഞപ്പോൾ കേൾപ്പിച്ചതുപോലെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ, മഹാത്മാക്കളാകുന്ന ആ മലക്കുകൾ, മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മലക്കുകൾ അവിടെ കാത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉർരിസത്തിൽ ജഹീമുലിൽ ഗാവീൻ, സത്യനിഷേധികളായ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി അള്ളാഹുവിനെ നിന്ദ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചതായ ആ ജന്തുക്കളെ, ആ തോന്നിവാസികളെ നരകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നതും തെളിപ്പിക്കപ്പെടുന്നതും ആ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നതുമാണ്. അവർ ആ നരകവും സ്വർഗവും പ്രകടമായി ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ലോകമാണ് ആ പരലോകം എന്ന് പറയുന്നത്. അത് മഹാലോകമാണ്. അതിനെ നമുക്കിന്ന് പറഞ്ഞു കൊലപ്പെടുത്താൻ പറ്റുന്നതല്ല, അവിടെ എത്തുമ്പോഴേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മനുഷ്യൻ ഇവിടുന്ന് ഹയാത്താക്കപ്പെടുമ്പോൾ, അഥവാ ഭൂമിയിൽ നിന്നിട്ട് വീണ്ടും പുനർജീവനം നൽകുന്ന സന്ദർഭത്തിൽ അവര് വസ്ത്രം ധരിക്കാതെ ഉരിയാനായിട്ടാണ് മഹ്ശറയിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ, വസ്ത്രം ധരിക്കാതെയാണോ എന്ന് ആയിഷ ചോദിച്ചപ്പോൾ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവത്ത് കാണൂലേ എന്ന് ആയിഷ ചോദിച്ചപ്പോൾ റളിയല്ലാഹു തആല അൻഹ റസൂൽ മറുപടി നൽകിയത്, അതിനേക്കാളും വലിയ രംഗമാണത്, വലിയ അപകടം പിടിച്ച രംഗമാണത്. ആരും അവറത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന രംഗമല്ല അത്. അവിടെ രക്ഷ 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 എന്ന് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരായ മലക്കുകൾ വരെ പറയുന്ന ദിവസമാണത്. അന്നത്തെ ദിവസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പറയുന്ന ശൈലി ഇന്ന് മദീന ഇമാമ ഓതുകയുണ്ടായി, അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, പരലോകമാകുന്ന നാളെ എന്ന ശൈലിയാണ് അള്ളാഹു പറഞ്ഞത്. നാളേക്ക് വേണ്ടി എന്താണ് ഓരോ നഫ്സും തയ്യാർ ചെയ്തു വെച്ചത് എന്നത് ഒന്ന് ചിന്തിക്കട്ടെ, ഒന്ന് ഓർക്കട്ടെ, എന്നിട്ട് അതിനുവേണ്ടി മനക്കടട്ടെ, അതിനുവേണ്ടി ഒരുങ്ങട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അഥവാ പരലോകത്തിലേക്ക് വേണ്ടി അവൻ എന്ത് തയ്യാർ ചെയ്തു വെച്ചു എന്നതിനെ കുറിച്ച് അവൻ പഠിച്ച് ചിന്തിച്ച് അവനൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി, ഒരു ഗവേഷണം നടത്തി, എന്ത് ഞാൻ ഇതുവരെ കാട്ടി, ഇതുവരെ ചെയ്തതിൽ പരലോകമോക്ഷം നേടാനുള്ള മാർഗമുണ്ടോ ഇല്ലേ, വല്ല വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഒരാൾ പരിശോധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീഴ്ച കാണും. അപ്പോൾ തഖുല്ലാഹ്, നിങ്ങൾ അവിടെ ആ വീഴ്ച നികറ്റാൻ വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞതായ ആയത്ത് കൂടി മദീന ഇമാമ ഇന്ന് പറഞ്ഞതായ ഉപദേശത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പരലോകം എന്നതായ ആ മഹാലോകത്തിൽ ഞാനും നിങ്ങളും ലോകത്തിലുള്ളതായ സർവരും ചെല്ലേണ്ടതായ ലോകമാണ്. നിർബന്ധമായി എല്ലാവരും ഇന്നഹു ലഹഖുൻ മിഥല മാ അന്നകും തൻതിഖൂൻ, അതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ സംസാരിക്കുന്നത് യാഥാർത്ഥ്യം പോലെ എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് കാണാം ഖുർആനിൽ. ഈ വറബ്ബി, ഈ അതേ അല്ലാഹു എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സംസാരിക്കുന്നതായിട്ട് കാണാം പരലോകത്തെ കുറിച്ച്. അത് ഹക്കാണ്, നിങ്ങൾ സംസാരിക്കുന്നത് ഹക്ക് പോലെ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്, അത് നിങ്ങൾ കേൾക്കുന്നത്, അത് യാഥാർത്ഥ്യമല്ലേ, അത് ഊഹാപോഹമല്ലല്ലോ, അത് പൊയ്ക്കിനാവല്ലോ. ഈ സംസാരം യാഥാർത്ഥ്യം പോലെ, നിങ്ങൾ കേൾക്കുന്നത് യാഥാർത്ഥ്യം പോലെ. പരലോകം എന്നതൊരു യാഥാർത്ഥ്യമാണ്. മരണം എന്നത് എല്ലാവർക്കും ഉറപ്പുള്ളതാണല്ലോ. ആ മരണത്തിന് ശേഷം വരും എന്നത് യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയെ സൃഷ്ടിച്ചുകൊണ്ട് അതിനാവശ്യമുള്ളതായ മഴ ഇറക്കിയും കൊണ്ട്, എന്നിട്ട് അതിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമുള്ളതായ പഴവർഗ്ഗങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയിൽ കൂടി നൽകിയും കൊണ്ട് അല്ലാഹു പറയുന്നതായ ശൈലിയാണ് ഖുർആനിൽ. ഞാൻ എങ്ങനെയാണ് ആ മഴയിൽ കൂടി നിങ്ങളുടെ മരിച്ച ഭൂമിയിൽ ഞാൻ വീണ്ടും അവിടെ നിങ്ങൾക്ക് പല പലഹാരങ്ങളും നിങ്ങൾക്ക് കൃഷികളും ഉണ്ടാക്കി തന്നത് എന്നതുപോലെ തന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഹയാത്താക്കും. എന്നിട്ട് നിങ്ങൾ പരലോകത്തിലേക്ക് വരും, എന്റെ സാന്നിധ്യത്തിലേക്ക് ഹാജരാക്കപ്പെടും. അവിടെ ചോദ്യങ്ങളുണ്ട്, അവിടെ വിചാരണകളുണ്ട്, അവിടെ രക്ഷയില്ല ആർക്കും തന്നെ. ഫംഫുദു ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അള്ളാന്റെ അനുവാദമില്ലാതെ ആകാശത്തിന്റെയും ആ പരലോകത്തിലുള്ളതായ അള്ളാന്റെ സബാനിയാക്കളെന്ന മലക്കുകൾ വലയം ചെയ്യുന്നതായ ആ രംഗത്തിൽ നിന്നിട്ട് ഓടി രക്ഷപ്പെടാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ അനുഗ്രഹിക്കുന്നവരിൽ നാം എല്ലാവരും പെടുത്തുമാറാകട്ടെ. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഓർത്തുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതായ മക്ക ഇമാമിന്റെ ഖുത്ബയുടെ പരിഭാഷയും മദീന ഇമാമിന്റെ ഖുത്ബയുടെ പരിഭാഷയും അള്ളാഹു നമ്മിൽ നിന്നിട്ട് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി ഈ മദീനയിൽ നടക്കുന്ന അള്ളാഹു റസൂൽ നാട്ടിൽ നടക്കുന്നതായ ഈ ക്ലാസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതായ സർവ്വ സഹോദര സഹോദരിമാർക്കും അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ, പ്രയാസങ്ങളെ ദൂരപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രമല്ല അവരുടെ രോഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
സുഖപ്പെടുത്തുമാറാവട്ടെ. അവർക്കും നമുക്കുമെല്ലാം നാം ആദ്യത്തെ ഖുതുബയിൽ അഥവാ മക്ക ഖുതുബയിൽ കേട്ടതായ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന് പറഞ്ഞതായ അള്ളാന്റെ കൂടെ മറ്റുള്ള ഷിട്ടികളെ പങ്കുചേർത്തുകൊണ്ട് നരകപ്പള്ളികളാവുന്നതായ ആ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.